ഇവിടെ ക്ഷാമം ഉണ്ടായപ്പോൾ ഒരു ടെസ്റ്റായിരുന്നു, അവൻ ദൈവത്തിൽ ആശ്രയിക്കുമോന്ന്. അവൻ ചോദിച്ചില്ല ദൈവത്തോട്, ദൈവമേ എന്താ ഇവിടെ സംഭവിക്കുന്നത്, നീ എന്നെ വിളിച്ചാക്കിയിട്ട് എന്താ ഇവിടെ ക്ഷാമം? അവൻ ചോദിച്ചോ? ഇല്ല. അതിന് പകരം ദൈവത്തോട് അനുവാദം ചോദിക്കുന്നതിനോ ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനോ പകരം അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആരോ പറഞ്ഞു കിട്ടും ഇസ്രായേലിൽ ധാന്യം ഉണ്ടെന്ന്, എന്നാൽ പിന്നെ പോയേക്കാമെന്ന് വെച്ചു. ഹി വാസ് ലീവിങ് ഗാഡ്. ടെസ്റ്റിൽ അവൻ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. പക്ഷേ ദൈവം കരുണയുള്ളവനായിരുന്നത് കൊണ്ട് ആ കനാൻ നാട്ടിൽ നിന്ന് തന്നെ അവനെ ദൈവം എന്ത് ചെയ്തു? തിരികെ കൊണ്ടുവന്നു. ദൈവം കരുണ കാണിച്ചു. ചില ബാലശിക്ഷയൊക്കെ കൊടുക്കേണ്ടി വന്നു, എന്നാലും ദൈവം കരുണ കാണിച്ച് മടക്കി കൊണ്ടുവന്നു. അതാണ് 12-ാം അധ്യായത്തിൽ. 13-ാം അധ്യായത്തിൽ വീണ്ടും ഒരു ടെസ്റ്റാണ്. അവൻ വാസം പറഞ്ഞ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി സാറാ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോത്തായിരിക്കും. അബ്രഹാം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി എന്ന് പറയുന്നത്. കാര്യം ചാർച്ചക്കാരെ വിട്ടേച്ച് പോകാൻ പറഞ്ഞപ്പോൾ പോലും ചാർച്ചക്കാരനായ ലോത്തിനെ അവൻ കൂടെ കൊണ്ടുവന്നു. ഇല്ലേ, ചാർച്ചക്കാരെ വിട്ടേച്ച് വരാനാണ് ദൈവം പറഞ്ഞത്, ലോത്തിനെ കൊണ്ടുവരാൻ ദൈവം പറഞ്ഞില്ല. എന്നിട്ടും അപ്പനില്ലാത്ത ചെറുക്കനാണല്ലോ എന്ന് വെച്ചുകൊണ്ട് അവനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് അബ്രഹാം പോകുന്നത്. ആ ലോത്ത് അവനെ വിട്ടുപോയെന്ന് മാത്രമല്ല, ഏറ്റവും നല്ലതെല്ലാം കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. ഒരു ടെസ്റ്റാണ്. നമ്മൾ വിശ്വസിച്ച് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ നമുക്കുള്ളതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ടെസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 22-ാം അധ്യായത്തിൽ മാത്രമല്ല ടെസ്റ്റ്, ജീവിതത്തിൽ ഉടനീളം ടെസ്റ്റാണ്. അവൻ ആ കാര്യത്തെ വളരെ കൃത്യമായിട്ട്, ആകെ മറ്റേ കാര്യത്തിൽ പാളിച്ചു പറ്റിയെങ്കിലും ഇക്കാര്യത്തിൽ അവനോട് പാളിച്ചാൻ പറ്റില്ല. അവൻ പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ദേശമെല്ലാം നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. തിരഞ്ഞെടുക്കാനുള്ള അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അതും ആർക്കാണ്? അവനോട് വിധേയത്വം പുലർത്തുവാൻ തയ്യാറല്ലാത്ത മറ്റൊരാൾക്ക്, അനാത്മികനായ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ആ ടെസ്റ്റിൽ അവൻ വിജയിക്കുകയാണ്. 14-ാം അധ്യായം വരുമ്പോഴത്തേക്ക് ഒരു വലിയ യുദ്ധമാണ് കാണുന്നത്. ആ യുദ്ധം മറ്റൊരു ടെസ്റ്റാണ്. എന്താണ്? ലോത്തിനെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏതെങ്കിലും കാരണവശാൽ ദൈവം നോക്കുകയാണ്, ഇവൻ ലോത്തിനോടുള്ള ദേഷ്യം മുഴുവൻ ഇപ്പോൾ തീർക്കുമെന്ന്. പക്ഷേ ലോത്തിനെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന് പിന്നെ സഹിക്കാൻ പറ്റിയില്ല. അവൻ ഒരിക്കലും പറഞ്ഞില്ല, അബ്രഹാം പറഞ്ഞില്ല, അവൻ അനാത്മികൻ, അവനോട് ഞാൻ അന്നേ പറഞ്ഞതാ, നീ കാണിക്കുന്നതൊന്നും ശരിയാകത്തില്ലെന്ന്, കണ്ടില്ലേ അവിടെ പോയതാ, ഇപ്പം എന്തോ ആയി എന്ന് വല്ലതുമാണ് പറയുന്നത്. അല്ല, അവനെന്താണ്? സഹോദരനുള്ള സ്നേഹം കൊണ്ട് അവൻ തന്നെ അവൻ്റെ ജീവനെ റിസ്ക് ചെയ്തവൻ പോവുകയാണ്. ആ അധ്യായത്തിൽ തന്നെയാണ് മൽക്കിസദേക്കിനെ നമ്മൾ കാണുന്നത്. ആ അധ്യായത്തിൽ തന്നെയാണ് സോദോം രാജാവിനോട് അവൻ പറയുന്നത്, എന്ത്? നിന്റെ ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും ഞാൻ എടുക്കയില്ല. അതൊക്കെ ടെസ്റ്റാണ്. ദൈവം ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവൻ പണത്തിൻ്റെ പുറകെ പോകുമോ, പദവികളുടെ പുറകെ പോകുമോ, അതോ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമോ? വലിയ ടെസ്റ്റാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. വേദപുസ്തകത്തിലെ വിശുദ്ധന്മാരായ ആളുകളുടെ ജീവിതം പഠിക്കുമ്പോഴെല്ലാം അവരുടെ ജീവിതത്തിലെല്ലാം പലതരത്തിലുള്ള പരിശോധനകളുണ്ട്, പല ടെസ്റ്റുണ്ട്. അതിനുശേഷം 15-ാം അധ്യായത്തിൽ അവൻ്റെ പൈസ കയ്യിലില്ല, സോദോം രാജാവ് ഉള്ളതെല്ലാം, അല്ലെങ്കിൽ സോദോം രാജാവ് യുദ്ധം കഴിഞ്ഞു, സോദോം രാജാവിന് കൊടുക്കാനുള്ളതെല്ലാം അല്ലെങ്കിൽ അവൻ്റേത് എല്ലാം എടുത്തുകൊണ്ട് പോയി. എല്ലാ കാര്യങ്ങളും ശരിയാണ്. 15-ാം അധ്യായത്തിൽ ദൈവനോടെന്ന് പറയുന്നു, ഞാൻ നിൻ്റെ പരിചയം, നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അവനുമായിട്ടൊരു ഉടമ്പടിയിലേക്ക് ഏർപ്പെടുകയാണ്. അവിടെയും ദൈവം ടെസ്റ്റ് ചെയ്യുകയാണ്, എത്രമാത്രം ക്ലോസ് ആണ് അവൻ്റെ ഉടമ്പടി എന്നുള്ളതിനെക്കുറിച്ച്. 16-ാം അധ്യായത്തിൽ വീണ്ടും ടെസ്റ്റാണ്. ഹാഗാറിനെ അവൻ ഭാര്യയായിട്ട് എടുക്കുകയാണ്. അവിടെ ഒരു ചെറിയ പരാജയം പറ്റുകയാണ്. ഹി വാസ് നോട്ട് റെഡി ടു വെയിറ്റ് അപ്പോൺ ഗാഡ്. ദൈവത്തിൻ്റെ പ്രോമിസിന് വേണ്ടി കാത്തു നിൽക്കാൻ അവൻ തയ്യാറായില്ല. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ടെസ്റ്റുകളാണ്. ദൈവം ചിലപ്പം നമ്മുടെ സമയത്തിന് മുമ്പേ നമ്മൾ വല്ലതും കയറി ഇടപെടുമോ എന്നുള്ളത് ദൈവം നോക്കുന്നുള്ളൂ. ടെസ്റ്റായിരുന്നു. അവന് ദൈവം പ്രോമിസ് ചെയ്തതാണ്, സന്തതിയെ അവന് പ്രോമിസ് ചെയ്തതാണ്. 12-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു ഇല്ലേ, 12-ാം അധ്യായം തൊട്ട് അവന് സന്തതിയുടെ പ്രോമിസ് ഉണ്ട്. പക്ഷേ ആ പ്രോമിസ് അതിനുശേഷം വീണ്ടും പ്രോമിസ് കിട്ടുന്നുണ്ട്. ഈ പ്രോമിസിന് വേണ്ടി ദൈവം പറയുന്ന സമയം വരെ നോക്കി നിൽക്കുമെന്നുള്ള ഒരു ടെസ്റ്റ്. പക്ഷേ ആ ടെസ്റ്റിൽ എന്ത് ചെയ്തു? അവൻ പരാജയപ്പെട്ടു. പിന്നെ ആ കാത്തിരിപ്പിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് 17-ാം അധ്യായത്തിലാണ് നമ്മൾ പരിച്ഛേദന കാണുന്നത്, ഉടമ്പടി കാണുന്നത്. 18-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദർശനം അവൻ്റെ സ്ഥലത്ത് കാണുന്നു. അനദർ ടെസ്റ്റ്, ഹൗ ഹി വിൽ റിയാക്ട്, ഹൗ ഹി വിൽ ആക്ട്. അവൻ്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കും, അപരിചിതരായുള്ള അവൻ്റെ ഇടപാടുകൾ എങ്ങനെയായിരിക്കും. സോദോമിനെ കുറിച്ചുള്ള അവനോട് സംസാരിക്കുകയാണ്. സോദോമിനെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു. ദൈവം നോക്കുകയാണ്, വാട്ട് ഈസ് ഹിസ് ആറ്റിറ്റ്യൂഡ്. അവൻ അതിനകത്തൊക്കെ വിജയിക്കുകയാണ്. അവൻ സോദോമിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ലോകത്തിന് അത് പറ്റണമെന്നല്ല പറയുന്നത്. അവൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യാണ്, ടെസ്റ്റാണ്. പിന്നെ 19-ാം അധ്യായത്തിൽ സോദോമിൻ്റെ പതനത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. 20-ാം അധ്യായത്തിൽ അബിമേലേക്കും സാറയും തമ്മിലുള്ള ബന്ധം, അതാണ് അവിടെ പറയുന്നത്. പിന്നെയും ഒരു ടെസ്റ്റാണ് അബിമേലേക്കുമായിട്ട്. ബർഷേബ എക്സ്പീരിയൻസ് 20-ാം അധ്യായത്തിൽ. 21-ാം അധ്യായത്തിൽ ഇസഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. ഇസ്മായേലിനെ പുറത്താക്കുന്നു. ഇതെല്ലാം ഓരോ ടെസ്റ്റാണ്, ഓരോ ടെസ്റ്റ്. ഒരു മുഴുനീള ടെസ്റ്റോറിയാണ് ശരിക്കും അബ്രഹാമിൻ്റെ. അതിൻ്റെ ഫൈനൽ ടെസ്റ്റായിട്ടാണ് ഇവിടെ വരുന്നത്. 22-ാം അധ്യായത്തിൽ നമ്മൾ എന്ത് കാണുന്നു? സ്നേഹത്തിൻ്റെ ഒരു ടെസ്റ്റ് കാണുകയാണ് 22-ാം അധ്യായത്തിൽ.
ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ ദൈവം അബ്രാമിനെ വിളിക്കുന്ന ഭാഗം, അവിടെ അബ്രാമേ എന്ന് അവനെ വിളിച്ചു. അതിനുശേഷം അബ്രാമിനെ പരീക്ഷ എന്തെന്നാൽ അബ്രഹാമെ എന്ന് വിളിച്ചതിന് അവൻ അടിയനിത എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പറയുന്നില്ല, ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല, സമയമില്ല. അത് തന്നെയല്ല, ഞാൻ പറഞ്ഞതുപോലെ മറ്റേ പല മെസ്സേജസിലും അതിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവിടെ പറയുന്ന കാര്യം, അവൻ അധികാലത്തെ ഒബീഡിയൻസ്. ഈ ടെസ്റ്റിൻ്റെ കാര്യം ആലോചിച്ചാലും എന്ത് ടെസ്റ്റാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ലവ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് എ ലവ് ടെസ്റ്റ്. അവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്ന കാര്യമുണ്ട്, അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് പോയി. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. അവിടെ എന്തുകൊണ്ടാണ് ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്ന് പറയാൻ കാര്യം? അബ്രഹാം എന്ന് വിളിച്ചപ്പോഴത്തേക്ക് യെസ് ലോർഡ്, നിന്റെ മകനെ. ഉടനെ അബ്രഹാം പറഞ്ഞു കാണും, എനിക്ക് 2 മക്കളുണ്ടല്ലോ കർത്താവേ, ഇസ്മായിലിൻ്റെ കാര്യമാണോ നീ പറയുന്നത്? അല്ല, നിന്റെ ഏകജാതന്. അല്ല, 2 അമ്മമാർക്കും അവർ ഏകജാതന്മാരാ കർത്താവേ. എങ്ങനെങ്കിലും ഒഴിവാക്കാൻ നോക്കുക എന്ന് പറഞ്ഞു. അതല്ല, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ തന്നെ. ദൈവം സ്പെസിഫിക്കായിട്ട് പറഞ്ഞു. ആരെ? ഇസഹാക്കിനെ. എന്താ പ്രശ്നം? അവനെ ഹോമയാഗം കഴിക്കേണ്ട കാര്യം എന്താ? ബിക്കോസ് യു ലവ് ഹിം. സ്നേഹിക്കുന്നത് തെറ്റാണോ? സ്നേഹിക്കുന്നത് തെറ്റല്ല, പക്ഷേ എൻ്റെ സ്നേഹം എടുത്ത് അവന് കൊടുക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന തെറ്റല്ല, പക്ഷേ ദൈവത്തിനോടുള്ള സ്നേഹം ആർക്ക് കൊടുക്കാൻ പറ്റില്ല? മകന് കൊടുക്കാൻ പറ്റില്ല. 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം ഒന്നും നോക്കാതെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. ശരിയല്ലേ? പക്ഷേ 22-ാം അധ്യായം വന്നപ്പോൾ ഒരു വ്യത്യാസം, ചെറിയ വ്യത്യാസം. 12-ാം അധ്യായത്തിൽ അബ്രഹാമിനും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലായിരുന്നു. പണമില്ലായിരുന്നു, പദവിയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അവനൊന്നും വേണ്ടായിരുന്നു. അവൻ ദൈവത്തെ മാത്രം കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷേ 22-ാം അധ്യായത്തിൽ അവനും ദൈവത്തിനും മധ്യത്തിലേക്ക് ഇസഹാക്ക് കടന്നു നിന്നു. ദൈവം പറയുന്നത്, നിന്റെ സ്നേഹം എന്നെ സ്പർശിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ ആരെ സ്പർശിക്കുന്നു? ഇസഹാക്കിനെ സ്പർശിക്കുന്നു. പറ്റത്തില്ല. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. പൂർണ്ണം, കംപ്ലീറ്റ്. കർത്താവിന് അൺഡിവൈഡഡ് ലവ് ആണ് വേണ്ടത്. കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? അൺഡിവൈഡഡ്, മുറിച്ചു കൊടുക്കാത്ത സ്നേഹം. കംപ്ലീറ്റ് ലവ്, കംപ്ലീറ്റ്. അതിനിടയ്ക്ക് സ്വന്തം മകൻ കയറി നിന്നാൽ അവനെയും യാഗമർപ്പിക്കാൻ കർത്താവ് ആവശ്യപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ അവൻ ഒത്തിരി സംസാരിച്ച് കാണും, അതൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഒരു കാര്യം മാത്രം എഴുതി, അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. സാറായോട് പോലും ഒരു ഡിസ്കഷൻ നടത്താതെ. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. സ്വന്തം ഭാര്യയോടെങ്കിലും പറയേണ്ടത് ആരും നമ്മൾ പറയുമായിരിക്കും. ചിലപ്പോൾ അത് പറയാൻ പറ്റിയില്ലെന്നിരിക്കും. കാര്യം അത്രയ്ക്കും വലിയൊരു സാക്രിഫൈസാണ് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഒരു പക്ഷേ സാറയ്ക്ക് കാണില്ല. അതിൻ്റെ നേരെ തലേ അധ്യായത്തിൽ ഇസ്മായേൽ അവനെ വഴക്ക് കിട്ടിയപ്പോൾ തന്നെ ഇസ്മായേലിനെ പുറത്താക്കാൻ പറഞ്ഞ ആളാ സാറ. കൊല്ലാനൊന്നും പറഞ്ഞില്ല. എന്ത് നമ്മുടെ മലയാള ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് കിട്ടിയപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഉപദ്രവിച്ചു. അപ്പോൾ തന്നെ പുറത്താക്കാമനെ എന്ന് പറഞ്ഞ സാറ. ഒരുപക്ഷെ അവനെ യാഗമർപ്പിക്കാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഒരുപക്ഷെ സാറയ്ക്ക് കാണില്ല. എന്നാൽ ദൈവം പറഞ്ഞു, ദൈവം അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്ത് ചെയ്യാണ്? യെസ്, ഐ വിൽ ഒബേ ഏർലി ഇൻ ദ മോർണിംഗ്. ഏറ്റവും അതിരാവിലെ തന്നെ. അതാണ് ടെസ്റ്റിലെ അവൻ്റെ വിജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. നമ്മൾ അനുസരിക്കുന്നത്, താമസിച്ചനുസരിക്കുന്നത്. അങ്ങനൊരു ഒരു ഫ്രേസ് ഉണ്ട്, ഡിലേഡ് ഒബീഡിയൻസ് ഈസ് നോട്ട് ഒബീഡിയൻസ് അറ്റ് ഓൾ. താമസിച്ചനുസരിക്കുന്നത് അനുസരിക്കാതിരിക്കുന്നതിന് തുല്യമാണെന്ന്. ഡിലേഡ് ഒബീഡിയൻസ് ഈസ് നോട്ട് ഒബീഡിയൻസ് അറ്റ് ഓൾ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഡിലേ ചെയ്യാൻ പാടില്ല. വാട്ട് ഹി സേയ്സ് വി നീഡ് ടു ഒബേ ഇമ്മീഡിയറ്റ്ലി. യേശുവിനെ ശിഷ്യന്മാർ അനുഗമിക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ഉടനെ അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഡിസ്കഷൻ ഇല്ലായിരുന്നല്ലോ. പത്രോസോ അന്ത്രയോസോ യാക്കോബോ യോഹന്നാനോ ഒന്നും ഒരു ബിസിനസ് ടോക്കിന് ശേഷമല്ലല്ലോ കർത്താവിനെ അനുഗമിക്കുന്നത്, ആണോ? അല്ല. അറ്റ് വൺസ് they left everything and followed Jesus. ഉടനെ. ഡിലേഡ് ഒബീഡിയൻസ് ഈസ് നോട്ട് ഒബീഡിയൻസ് അറ്റ് ഓൾ. കർത്താവിനോട് പറയുന്ന കാര്യങ്ങളെ ഉടനെ തന്നെ. അവിടെ നിന്ന് അവൻ മോറിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 4 ദിവസത്തെ യാത്ര. എന്തൊരു നമ്മുടെ മലയാളത്തിൽ വിജൃംഭിതമായ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന മാനസികാവസ്ഥയായിരിക്കണം അവനല്ലേ. ഒറ്റയടിക്ക് യാഗം ഉറപ്പിക്കാൻ ആയിരുന്നെങ്കിൽ പിന്നെ വേണ്ടിയില്ല. 4 days ഇവനോട് പറയാൻ പറ്റുമോ? അതുമില്ല. 4 days ഈ മകൻ്റെ കൂടെ നടക്കുകയാണ്. അവനറിയാം when I reach there I am going to sacrifice this child. അത് അറിഞ്ഞുകൊണ്ട് ഹൃദയഭേദകമായ ഒരു യാത്ര. അതിനിടയ്ക്ക് ഒരിക്കൽ പോലും അവൻ പിന്മാറാൻ തയ്യാറായില്ല. കാരണം അവൻ്റെ ഒബീഡിയൻസ് അത്രയ്ക്കും. ആ ടെസ്റ്റിനകത്ത് ദൈവം അവനെ പരിശോധിച്ചു. യെസ്, ഹി വാസ് റെഡി ടു ഒബേ. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ
അവൻ സെർവൻസിനെ എല്ലാം പുറത്താക്കി. കാര്യം സെർവൻസിനെ കൂട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ ചിലപ്പോൾ അബ്രഹാമിൻ്റെ കൈക്ക് പിടിച്ചു കെട്ടി ഇല്ലേ? ഭാര്യയ്ക്ക് മനസ്സിലായില്ല, സെർവൻസിന് മനസ്സിലായില്ല. ഇടയ്ക്ക് ഇസഹാക്ക് ചോദിക്കുകയാണ് 7 വാക്യങ്ങൾ വായിച്ചപ്പോൾ, അപ്പാ യാഗത്തിന് വിറകുണ്ട്, തീയുണ്ട്, പക്ഷേ എന്താണ് യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അവൻ്റെ സ്വന്തം മകനോട് പോലും അവന് സംസാരിക്കാൻ പറ്റുന്നില്ല. അതാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. എന്ത്? ദൈവം നമ്മളോട് സംസാരിച്ചത് നമ്മുടെ ഭാര്യയോടോ മക്കളോടോ ബന്ധുക്കളോടോ ജോലിക്കാരോടോ ആരോടും പറയാൻ പറ്റുന്നില്ല. ഹി വാസ് അലോൺ. ഈ 4 ദിവസവും അവനും ദൈവവും മാത്രമേ ഉള്ളൂ. അവൻ വർത്തമാനം പറയുന്നുണ്ടായിരിക്കും, സംസാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവൻ്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ആരോടാണ്? ദൈവത്തോടാണ്. ഒരുപക്ഷെ അവൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ അല്ല, ഹി വാസ് ക്രൈയിങ് ഇൻസൈഡ്. ദാറ്റ് ഇസ് എ ടെസ്റ്റ്. മാനസികമായി എന്ത് വലിയ പീഡയാണ് അവൻ അനുഭവിക്കുന്നത് ഇല്ലേ? ആ പീഡാനുഭവത്തിലും അവൻ അവിടെ ചെന്നു. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് 9 വാക്യത്തിൽ ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവനൊരു യാഗപീഠം പണിതു. 10 വാക്യത്തിൽ അവൻ കത്തി ഉയർത്തി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. കത്തി ഉയർത്തി. അനുസരണത്തിൻ്റെ പൂർണ്ണതയാണ് നമ്മളവിടെ കാണുന്നത്. അതായത് ഹി വാസ് എബൌട്ട് ടു കിൽ ദ ചൈൽഡ്. ഏകദേശം കത്തി ഉയർത്തി താഴുന്ന ഒരു സമയം ദൈവം അവനെ വിളിക്കുന്നൊരു വിളിയുണ്ട്. 11 വാക്യത്തിൽ അബ്രഹാമേ, അബ്രഹാമേ. അവനെ യാഗാർപ്പണം നടത്തണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഒരു പ്രാവശ്യം വിളിച്ചുള്ളൂ, അബ്രഹാമേ. അവൻ പറഞ്ഞു യെസ് ലോർഡ്. ഇവിടെ വിളിക്കുന്നത് അബ്രഹാമേ, അബ്രഹാമേ. എന്താ 2 പ്രാവശ്യം വിളിക്കാൻ കാര്യം? ദൈവം തന്നെ പേടിച്ചു പോയി, ഇവൻ ഇത് കാണിച്ചു കളയുന്നു. കാര്യം അവൻ്റെ അനുസരണം അത്രയ്ക്കും പൂർണ്ണമായിരുന്നു. 2 പ്രാവശ്യം വിളിച്ചു പെട്ടെന്ന് തന്നെ. യു അണ്ടർസ്റ്റാൻഡ്? ഇറ്റ് ഇസ് നോട്ട് സിമ്പിൾ തിങ്. അതാണ് ടെസ്റ്റിൽ അവൻ എത്ര വിജയിച്ചു. അതാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ അബ്രഹാമിൻ്റെ പ്രത്യേകതയായിട്ട് ന്യൂ ടെസ്റ്റമെന്റിൽ ഉടനീളം പറയുന്ന കാര്യം ഇതാണ്. യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഹി വാസ് റെഡി ടു ഒബേ. എന്നിട്ട് 12 വാക്യത്തിൽ കർത്താവ് പറയാണ്, നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ അറിയുന്നു. 12 വാക്യത്തിൽ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. എന്താണ് ഭയം? ഞാനിവനെ കൊടുത്തില്ലെങ്കിൽ ദൈവം എന്നെ കൊല്ലുമെന്നുള്ളതൊന്നുമല്ല. 25 വയസ്സുള്ള ഇസ്ഹാക്കിനെ രക്ഷിക്കാൻ 125 വയസ്സുള്ള അബ്രഹാം മരിക്കാൻ പോലും തയ്യാറായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തെയുള്ള ഭയം എന്താണ്? എന്നെ കൊല്ലുമെന്നുള്ള ഭയമല്ല. പിന്നെന്താണ്? ഞാനിത് ചെയ്തില്ലെങ്കിൽ, ഞാൻ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ, ഈ ടെസ്റ്റിൽ ഞാൻ പരാജയപ്പെട്ടാൽ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന് കുറവ് വന്നേക്കാം. അല്ലെങ്കിൽ എനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന് കുറവ് വരികയാണ്. അതില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്താണ്? ഒബേയിങ് ഹിം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് പ്ലീസിങ് ഗാഡ്. എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുക, എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, എൻ്റെ ദൈവം പറയുന്നത് അനുസരിക്കുക. ഒബീഡിയൻസ്. അതാണ് ഏറ്റവും വലുതായിട്ട് അവൻ കണ്ടത്. ഏത് ടെസ്റ്റിനെയും. ഈ ടെസ്റ്റ് ആര് കൊടുത്തതാണ്? പിശാച് കൊടുത്തതല്ല. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗാഡ്. അവൻ യാഗം അർപ്പിച്ചു. ടെസ്റ്റ് കഴിഞ്ഞു. എബ്രായ ലേഖനം 11 17 വാക്യത്തിൽ വിശ്വാസത്തിൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. യാഗം അർപ്പിക്കാൻ കൊണ്ടുപോയെന്നല്ല, അർപ്പിച്ചു. എന്തായാലും അർത്ഥം? പിന്നീട് ഒരിക്കലും അബ്രഹാമിനും ദൈവത്തിനും മധ്യത്തിൽ ഇസഹാക്ക് കയറി നിന്നിട്ടില്ല. അവൻ ദൈവത്തോട് മാത്രം ഉള്ള അവൻ്റെ ബന്ധം സൂക്ഷിച്ചുകൊണ്ട് ആ ടെസ്റ്റിൽ അവൻ പൂർണ്ണമായിട്ട് വിജയിച്ചു. പരിശോധനയിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു, പക്ഷെ പരീക്ഷയിൽ അവൻ വിജയിച്ചു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം.